ഹേ ഗൈസ്, സാംസങ് ഗാലക്സി S23 One UI 7 ബീറ്റ വേർഷൻ വന്നതിന് ശേഷം എന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. പക്ഷേ അതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, One UI 7 ബീറ്റയിൽ കുറേ ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് യൂസ്ഫുള്ളായ ഫീച്ചേഴ്സ് മാത്രമേ ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. എല്ലാ ഫീച്ചേഴ്സിനും പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ 1 മണിക്കൂറിൻ്റെ മേലെ പിടിക്കും. അതുകൊണ്ട് കുറച്ച് യൂസ്ഫുള്ളായ ഫീച്ചേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണത്. ആദ്യത്തെ ഫീച്ചർ നോക്കുകയാണെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാം. ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് താഴത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അഡ്വാൻസ്ഡ് വീഡിയോ ഓപ്ഷൻസ് കാണും. അഡ്വാൻസ്ഡ് വീഡിയോ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓഡിയോ പ്ലേ ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആവും. അത് ടേൺ ഓഫ് ആയിരിക്കും. അത് ടേൺ ഓൺ ആക്കുകയാണെന്ന് വെച്ചാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബ് മ്യൂസിക്കിലോ ഇല്ലെങ്കിൽ സ്പോട്ടിഫൈയിലോ ഒക്കെ പാട്ട് പ്ലേ ചെയ്യുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ട് പ്ലേ ആയിക്കൊണ്ടിരിക്കും. അതേ സമയത്ത് നമ്മൾ വീഡിയോ വല്ലതും ഷൂട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ആ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്ന സമയത്ത് നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനും പറ്റും. പക്ഷേ ഇതിലൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യണില്ലേ, ആ പാട്ട് പ്ലേ ചെയ്യണത് നമ്മൾ ആ വീഡിയോ റെക്കോർഡിങ്ങിൽ ക്യാപ്ചർ ആവും. അപ്പോൾ ഏത് വീഡിയോ ആണ് ഷൂട്ട് ചെയ്യണത് ആ പാട്ടും ആ വീഡിയോയിൽ ക്യാപ്ചർ ആവുന്നതായിരിക്കും. പണ്ടൊക്കെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യും, നമ്മളൊരു സ്പോട്ടിഫൈയിലോ അല്ലെങ്കിൽ യൂട്യൂബ് മ്യൂസിക്കിലോ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ പാട്ട് ഓട്ടോമാറ്റിക്കലി പോസ് ആവുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല പാട്ട് പ്ലേ ചെയ്യാന്ന് വെച്ചാലും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ആ പാട്ട് ക്യാപ്ചർ ആവുകയും ചെയ്യും വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ആ ഫീച്ചർ വേണമെങ്കിൽ നമുക്ക് ടേൺ ഓൺ ആക്കി വെക്കാം. അടുത്തൊരു ഫീച്ചർ ആഡ് ആയിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. പണ്ടൊക്കെ നമ്മൾ One UI 6.1 ആപ്പ് ഡ്രോയിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഹൊറിസെൻ്റലി ആണ് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റിയിരുന്നത്. ഇപ്പോൾ നമുക്ക് One UI 7 ബീറ്റയിൽ നമുക്ക് വേർട്ടിക്കലിയും നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് സെർച്ചിൽ പോവുക. സെർച്ചിൽ പോയിട്ട് സോർട്ടിൽ പോവുക. സോർട്ടിൽ പോയിട്ട് നമുക്കിവിടെ ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേർട്ടിക്കലി ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫീച്ചർ വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ അടുത്ത ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ ഹോം സ്ക്രീനിൽ കുറേ ആപ്ലിക്കേഷൻസ് ഒരു ഫോൾഡറിലാക്കി വെച്ചിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ ആ ആപ്ലിക്കേഷൻസ് നമ്മൾ One UI 6.1 നമുക്ക് എൻലാർജ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. മീൻസ് ആ ഫോൾഡർ ചെറുതായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് വേണം നമുക്ക് ആ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യണമെങ്കിൽ. പക്ഷേ ഇപ്പോൾ One UI 7 ബീറ്റയിൽ നമുക്ക് ഈ ഫോൾഡർ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, ആ ഫോൾഡറിൻ്റെ മേലെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ കാണാണ്ട് എൻലാർജ് എന്നാണ്. അപ്പോൾ എൻലാർജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫോൾഡർ വലുതായി കാണും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇപ്പോൾ സാംസങ് ഹെൽത്ത് ഓപ്പൺ ചെയ്യണം. സാംസങ് ഹെൽത്ത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ സാംസങ് ഹെൽത്തിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാതെ തന്നെ എനിക്ക് ഡയറക്റ്റ്ലി ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു ഫീച്ചറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. വേറെ ഒരു ഫീച്ചർ നോക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ വിഡ്ജറ്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുക നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ വെതറിൻ്റെ ആപ്പ് ഉണ്ടല്ലോ, വെതറിൻ്റെ ആപ്പിൽ ഞാൻ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോകുമ്പോൾ അവിടെ ഷേപ്പിൻ്റെ താഴെ കണ്ടില്ലേ, നമുക്ക് കുറേ ടൈപ്പ് ഓഫ് ഷേപ്സ് കാണാൻ പറ്റും. ഇതിലത്തെ ഏതാണ് ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടം അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് സേവ് കൊടുക്കുക. കണ്ടില്ലേ, ഇവിടെ ആ വിഡ്ജറ്റിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുമാതിരി നമുക്ക് സാംസങ്ങിൻ്റെ വിഡ്ജറ്റ്സിൽ നമുക്ക് ഷേപ്പ് മാറ്റാൻ പറ്റും. അടുത്ത ഫീച്ചർ നോക്കാന്ന് വെച്ചാൽ നൗ ബാർ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഇത് ആപ്പിളിൻ്റെ തന്നെ ചെറുതായിട്ടൊരു കോപ്പി അടിച്ചൊരു ഫീച്ചറാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ സാംസങ് ഇൻ്റർനെറ്റിൽ ഒരു യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്യാണ്. അതേമാതിരി ഇവിടെ ക്ലോക്കിൽ പോയിട്ട് സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. അതേമാതിരി ഞാൻ ഇവിടെ വോയിസ് റെക്കോർഡിങ്ങും ഓണാക്കുകയാണ്. ഓക്കെ, വോയിസ് റെക്കോർഡിങ്ങും ഓണാക്കണം. ഇപ്പോൾ ഞാൻ ലോക്ക് സ്ക്രീനിൽ പോകുമ്പോൾ ഇവിടെ ഉണ്ടല്ലേ നൗ ബാർ, ഇവിടെ നിന്ന് തന്നെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്ലൈഡ്സ് മാതിരി ഇവിടെ സ്റ്റോപ്പ് വാച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അതേമാതിരി യൂട്യൂബ് മ്യൂസിക് വർക്ക് ചെയ്യുന്നുണ്ട്. അതേമാതിരി ഇവിടെ സ്റ്റോപ്പ് ടൈമർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അതേമാതിരി നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ ഈ നൗ ബാർ താഴത്തുനിന്ന് മുകളിലേക്ക് പോകും. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടല്ലേ സ്റ്റോപ്പ് വാച്ച് വർക്ക് ചെയ്യുന്നത്, അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ എനിക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഏതാണ് ഇഷ്ടം അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഫീച്ചറാണ് സാംസങ് ആഡ് ചെയ്തിരിക്കുന്നത് One UI 7.
ഇപ്പോൾ അടുത്ത ഫീച്ചർ പറയാൻ പോണത് ഇത് എത്ര പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നിങ്ങൾ ബർത്ത്ഡേ വിഷസോ അല്ലെങ്കിൽ ആനിവേഴ്സറി വിഷസൊക്കെ ആർക്കെങ്കിലും അയക്കുമ്പോൾ ഫോട്ടോസ് കുറച്ച് കൊളാജ് ചെയ്തിട്ട് അയക്കും ഇല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ ആപ്ലിക്കേഷനൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 1UI 7 ബീറ്റയിൽ നമുക്ക് പുതിയൊരു കൊളാജിൻ്റെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് കൊളാജിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഇവിടെ ചെറുതായിട്ടൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു ഫോൾഡർ എടുത്തിട്ട് എല്ലാ ഫോട്ടോസും സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ കൊളാജിൽ ക്ലിക്ക് ചെയ്യാണ്. കൊളാജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻസൊക്കെ നമുക്ക് 1UI 6.1 ഉണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ, ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോസ് നമുക്ക് ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. കണ്ടില്ലേ, അത് വേണമെങ്കിൽ ആ ഒരു ഫോട്ടോ വേണമെങ്കിൽ വലുതാക്കാനും പറ്റും. ഇങ്ങനെ ഏത് ഫോട്ടോ ആണ് വലുതാക്കേണ്ടത്, ഏത് ഫോട്ടോ ആണ് ചെറുതാക്കേണ്ടത്, അതൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും കുറേ ഫോട്ടോസ്. അതേമാതിരി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്ലസ് സൈൻ ഉണ്ടല്ലോ, പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് കൊടുക്കുക ഓപ്ഷൻ കൊടുക്കുകയാണ്. ആ ഫോട്ടോ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒപ്പാസിറ്റി എത്രയാണ് വേണ്ടത് നമുക്ക് ഇൻക്രീസും ഡിക്രീസ് ചെയ്യാനും പറ്റും. കണ്ടില്ലേ, അപ്പോൾ ഇതുമാതിരി നമുക്ക് കൊളാജ് ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും അയക്കാൻ പറ്റും. അപ്പോൾ ഈ ഫീച്ചർ നമുക്ക് യൂസ്ഫുൾ ആണെങ്കിൽ യൂസ് ചെയ്യാം. അടുത്ത ഫീച്ചർ നോക്കുകയാണെന്ന് വെച്ചാൽ സാംസങ് ഹെൽത്തിലാണ്. അപ്പോൾ സാംസങ് ഹെൽത്ത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് സാംസങ്ങിൻ്റെ വാച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് താഴത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ എൻ്റെ സ്ട്രെസ് ലെവൽ റിലാക്സ്ഡ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അതേമാതിരി നമുക്കൊന്ന് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാവും. ഇവിടെ മൂഡിൻ്റെ ഉണ്ട്, ഹൗ ആർ യു ഫീലിംഗ്, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ ബ്രീത്തിങ് എക്സസൈസിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ബോക്സ്, ലോങ് എക്സേൽ, ഈക്വല്, പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള പാറ്റേൺ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ലോങ് എക്സേലാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റേ ഫോക്കസ്ഡ്, ഇത് നമുക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് തരും. ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം സ്ട്രെസ്സൊക്കെ ഉള്ള സമയത്ത് സാംസങ് ഹെൽത്തിൽ. അടുത്തൊരു ഫീച്ചർ ക്വിക്ക് ഷെയറിലാണ്. അപ്പോൾ ക്വിക്ക് ഷെയറിൽ ഞാൻ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ക്വിക്ക് ഷെയറിലേക്ക് കൊണ്ടുപോകും. അവിടെ പുതിയൊരു ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, എലൗ ഷെയറിങ് ഓവർ ഇൻ്റർനെറ്റ്. അപ്പോൾ ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മൾ ആർക്കെങ്കിലും വീഡിയോസോ ഫോട്ടോസോ ഡോക്യുമെൻറ്റ്സോ വല്ലതും ഷെയർ ചെയ്യാന്ന് വെച്ചാൽ, വലിയ ഫയൽസ് വല്ലതും ഷെയർ ചെയ്യാന്ന് വെച്ചാൽ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. പക്ഷേ ആ ആൾ കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ ഔട്ട് ഓഫ് റേഞ്ച് പോവുകയാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ആ സെയിം ഫയൽ ഡിസ്കണക്റ്റ് ആവില്ല ഷെയറിങ്. അത് ഓവർ ദ മൊബൈൽ ഡാറ്റയാവും ഷെയർ ആവുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ നന്നായിട്ട് ഡ്രെയിൻ ആവും. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ ഓണാക്കി വെക്കേണ്ട ആവശ്യമില്ല. അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ മാത്രം ഓണാക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഓണാക്കി വെക്കണില്ല. ബാറ്ററിയിൽ പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് സെറ്റിങ്സിൽ പോവാം. അപ്പോൾ സെറ്റിങ്സ് എടുത്തിട്ട് ബാറ്ററിയിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ബാറ്ററി പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, ബാറ്ററി പ്രൊട്ടക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മാക്സിമം ഉണ്ടല്ലോ, മാക്സിമത്തിൽ പണ്ട് നമുക്ക് 1UI 6.1 80% മാത്രമേ കാണാൻ കിട്ടിയിരുന്നുള്ളൂ. ഇപ്പോൾ 85% നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും, 90% സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും, 95% വരെയും നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസിൻ്റെ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ അടുത്ത ഫീച്ചർ നോക്കാമെന്ന് വെച്ചാൽ അത് വെതർ ആപ്പിലാണ്. അപ്പോൾ ഞാൻ ഈ വിഡ്ജറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ലൊക്കേഷനിലത്തെ ക്ലൈമറ്റിൻ്റെ അനുസരിച്ച് നമുക്ക് എന്തൊക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റും ഒക്കെ ഇവിടെ കാണിക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ റണ്ണിങ് ഈ വെതറിൽ അത്ര നല്ലതല്ല. 11:30, 12:30, 13:30 ലൈക്ക് 1:30ക്ക് റണ്ണിങ് നല്ലതല്ല ഇപ്പോൾ. അതേസമയത്ത് സൈക്ലിങ്ങും നല്ലതല്ല. അതേമാതിരി ഗാർഡനിങ്ങും അത്ര നല്ലതല്ല. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുന്നതാവും ഭേദം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ വെതറിൽ എന്തൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, റണ്ണിങ് ചെയ്യാൻ നല്ലതാണോ, സൈക്ലിംഗ് ചെയ്യാൻ നല്ലതാണോ, അതേമാതിരി ഗാർഡനിങ് വല്ലതും ചെയ്യാൻ നല്ലതാണോ ഒക്കെ നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും. ചെറിയൊരു ഫീച്ചറാണ്, വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ഫീച്ചർ നോക്കാമെന്ന് വെച്ചാൽ ഇത് ഗെയിംസ് കളിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടൊന്ന് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ അഡ്വാൻസ് ഫീച്ചേഴ്സ് കാണാം. അഡ്വാൻസ് ഫീച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നുകൂടി താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗെയിം ബൂസ്റ്റർ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് കസ്റ്റമൈസേഷൻസ് ഫോർ ഇൻഡിവിജ്വൽ ഗെയിംസ് എന്ന് കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോണിൽ 3 ഗെയിംസാണുള്ളത്, അതുകൊണ്ടാണ് 3 ഗെയിംസ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ അസ്ഫാൾട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അസ്ഫാൾട്ടിൽ എനിക്ക്
എങ്ങനെയാണ് ഗെയിം ഒപ്റ്റിമൈസേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പെർഫോമൻസിലാണോ വേണ്ടത്, ബാറ്ററി സേവറിലാണോ വേണ്ടത്, അത് സെലക്ട് ചെയ്യാൻ പറ്റും. അതേമാതിരി FPS എത്രയാണോ വേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 60 FPS ആണോ, അതേമാതിരി സ്ക്രീൻ റെസൊല്യൂഷൻ എത്രയാണോ വേണ്ടത്, 100% വേണോ, 50 വേണോ, ഫ്രെയിം ബൂസ്റ്റർ എത്ര വേണം, ഓൺ ആക്കണോ ഓഫ് ആക്കണോ, അതൊക്കെ നമുക്ക് ഓരോരോ ഗെയിമിന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പണ്ട് One UI 6.1 ഒരു സെറ്റിങ്സിന് എല്ലാ ഗെയിംസിലേക്കും അപ്ലൈ ആവും. ഇപ്പോൾ നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഗെയിമിങ്ങൊക്കെ ചെയ്യണ ആളാണെങ്കിൽ S23. പിന്നെ വേറൊരു ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ ഇത് പുതിയൊരു ഫീച്ചർ ആഡ് ആയിരിക്കില്ല, ഈ ഫീച്ചർ റിമൂവ് ആണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു One UI 7 നമുക്ക് എഡ്ജ് പാനലിൽ പുതിയ പാനൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ എഡ്ജ് പാനലിൽ പോയിട്ട് കാണിച്ചു തരാം. സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ എഡ്ജ് പാനൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. എഡ്ജ് പാനൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എഡ്ജ് പാനൽ കാണും. അപ്പോൾ എഡ്ജ് പാനൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പാനൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, എക്സിസ്റ്റിംഗ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് One UI 6.1 ഉള്ള സമയത്ത് ഏതൊക്കെ എഡ്ജ് പാനലാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ ഡൗൺലോഡ് ആക്കി വെക്കുക. അപ്പോൾ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ എഡ്ജ് പാനലൊക്കെ നമുക്ക് One UI 7 നമുക്ക് കാണാൻ കിട്ടും. ഇപ്പോൾ പുതിയതൊന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയായിരുന്നു One UI 7 ബീറ്റയിലുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ ഇനിയും കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ വേണമെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് യൂസ്ഫുള്ളായ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ One UI 7 സ്റ്റേബിൾ വെർഷൻ വരുമ്പോൾ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്